കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. സംഘട്ടനം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തും. കേസിൽ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ ഈ നേരത്താണ് നമ്മൾ ആ ഏറ്റവും വേദനിക്കുന്ന വാർത്ത പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ഇത്രയും സമയം പിന്നിടുമ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഘർഷത്തിന്റെ പുറത്ത് നടന്ന ഒരു സംഭവം എന്നതിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ? കുടുംബം അത്തരം ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കപ്പെടുക? ശ്രീജ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. അതായത് ഞായറാഴ്ച ഈ ടൂറിസ്റ്റ് സെന്ററിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളിലേക്ക് ആദ്യം പോവും. അവിടെ ഈ നൃത്തം നടക്കുന്നു, പാട്ട് നിന്നു പോകുന്നു. ഇതേ തുടർന്ന് താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്നു. തുടർന്ന് ഒരു പെൺകുട്ടി അടക്കം പുറത്തേക്ക് എത്തി ഈ കൂകി വിളിച്ചവർക്കെതിരെ നിലപാടെടുക്കുന്നു. പിന്നീട് ആ പരസ്പരമുള്ള വാക്കേറ്റം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അധ്യാപകർ ഇടപെട്ടാണ് അന്ന് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. പിന്നീട് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് പരസ്പരം 2 വിഭാഗവും ആളുകളെ സംഘടിപ്പിച്ചത്. ആണുങ്ങളാണെങ്കിൽ വരൂ എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ്, അത്തരം ആഹ്വാനങ്ങളൊക്കെയാണ് പേജുകൾ വഴി നൽകുകയും ഇരുപക്ഷത്തുമായി ആളുകൾ സംഘടിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു പക്ഷത്തിന്റെ പക്കൽ ഈ നെഞ്ചക്ക പോലെയുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉപകരണം ഉപയോഗിച്ചുള്ള ക്രൂരമായ മർദ്ദനത്തിലാണ് ഈ തലയോട്ടെ തകർന്ന് ഷഹബാസിന് മരണമുണ്ടായത്. അതുകൊണ്ട് നെഞ്ചടക്കടക്കമുള്ള സാധന സാമഗ്രികൾ എവിടെ നിന്ന് കുട്ടികൾക്ക് കിട്ടി എന്നതിനെ കുറിച്ച് അന്വേഷിക്കും. പ്രത്യേകിച്ചും ഇത് ഓൺലൈനിൽ ഓർഡർ നൽകി വന്നതാണെന്നും അല്ലെങ്കിൽ മറുവശത്ത് മറ്റു ചില മുതിർന്നവരിൽ നിന്നും ഇത് വാങ്ങിയതാണെന്നും ഒക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അക്കാര്യത്തിൽ ഒരു പോലീസ് വ്യക്തത തേടും. എന്തായാലും ഒരു ആയുധം ഈ മർദ്ദനത്തിൽ ഉപയോഗിച്ചു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. സാധാരണഗതിയിൽ കുട്ടികളൊക്കെ വഴക്ക് പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആയുധങ്ങളൊക്കെ എടുത്ത് കരുതിക്കൂട്ടി അവിടേക്ക് വരാൻ തക്കവണ്ണം കാര്യം എന്താണ് ഇതിന് പിന്നിൽ? ഈ കേവലം നൃത്തത്തിന്റെ പാട്ട് മുടങ്ങിയപ്പോൾ ഈ കോളേജിൽ ഈ സ്കൂളിലുണ്ടായ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സെന്ററിലുണ്ടായ സംഘർഷമാണ്, അതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന ഒരു പരിശോധന നടത്തും. ഒപ്പം ഈ ഇന്നലെ ഈ ഷഹബാസിനെ ആക്രമിച്ച അതേ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതേ ഗ്യാങ് നേരത്തെ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി, അവരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് താമരശ്ശേരി മാർക്കറ്റിൽ വെച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പൂർവ്വകാല ചരിത്രം, ഈ കുട്ടികൾ മറ്റിത്തരം കുട്ടികളെ മർദ്ദിക്കുകയോ ആക്രമിക്കുകയോ അത്തരം കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന ഒരു പരിശോധന നടത്തും. ഒപ്പം ഈ 5 വിദ്യാർത്ഥികളാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായതായി പറയുന്നത്. അവർ തന്നെയാണോ ഈ കൃത്യമായി ഇതിന്റെ പിന്നിലുള്ളത്? അതോ ഈ ടൂറിസ്റ്റ് സെന്ററിന് സമയമുള്ള കൂൾബാറിനടുത്ത് ആദ്യം നടന്ന ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു, അത് ഏതാണ്ട് 1 മിനിറ്റിൽ താഴെയാണ് നീണ്ടുനിന്നത്. 4 പേർ ചേർന്ന് വളഞ്ഞിട്ട് ഒരാളെ ആക്രമിക്കുന്നത് കണ്ടു എന്ന ആ കൂൾബാറിലെ ജീവനക്കാരനടക്കം നമ്മളോട് പറയുകയും ചെയ്തു. ഇതിനുശേഷം പിന്നീട് ഈ താമരശ്ശേരിയിൽ തന്നെ ഒരു പ്രധാന മാളിന്റെ മുൻവശത്തും ഈ കുട്ടികൾ ഏറ്റുമുട്ടിയിരുന്നു. അവിടെ വെച്ചാണ് ഒരുപക്ഷെ കുറച്ചുകൂടി കൂടുതൽ മർദ്ദനം ഈ ഷഹബാസിനടക്കം ഏറ്റെന്ന വിലയിരുത്തലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റി മാളിലെ CCTV പരിശോധിക്കുക, അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി മൊഴിയെടുക്കുക, കൂടുതൽ ആളുകൾ ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പരിശോധിക്കുക. ഇത്തരം പരിശോധനകളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഈ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ വിശദമായ പരിശോധനകൾ നടത്താൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത്. കുടുംബത്തിനും ഇത്തരമൊരു പരാതിയുണ്ട്. കുട്ടികൾ മാത്രമല്ല, കുട്ടികൾ മർദ്ദിച്ച പാടുകളല്ല ശരീരത്തുള്ളത്, മുതിർന്ന ആളുകൾ കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടോ എന്ന ഒരു സംശയമുണ്ട്. ഒപ്പം ഈ പ്രതികളായ കുട്ടികളുടെ മാതാപിതാക്കളിൽ ചിലരൊക്കെ, അച്ഛന്മാരിൽ ചിലരൊക്കെ ഈ മറ്റ് ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നേരത്തെ ഈ രീതിയിൽ കുട്ടികളുടെ വക്കാലത്തുമായി ഇടപെട്ടതും ഈ അവർക്ക് വേണ്ടി പിന്നാലെ പോകുന്നു, അങ്ങനെ ചില വിവരങ്ങളൊക്കെ ഈ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ ഈ മാതാപിതാക്കളുടെ പിന്തുണ കുട്ടികൾക്കുണ്ടായോ എന്ന കാര്യത്തിലൊക്കെ അടക്കം പരിശോധനകൾ നടത്തും. എന്തായാലും ഈ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ ഇന്നലെ നടന്നിരുന്നു. ഇനി ഈ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താനും ഒപ്പം മറ്റ് അന്വേഷണത്തിന്റെ തലങ്ങളിലേക്ക് നീങ്ങാനുമുള്ള ഒരു ആലോചനയാണ് പോലീസിനുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ പഴുതടച്ച അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. ശ്രീജ, അനീഷ, ഈ സംഭവത്തിൽ ഇതെല്ലാം പരസ്യമായി പകൽ വെളിച്ചത്തിൽ നടന്നതാണല്ലോ. അപ്പോൾ
ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ മൊഴിയെടുത്താൽ ഇതിൽ മറ്റാരെങ്കിലും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടികളല്ലാതെ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ വളരെ എളുപ്പത്തിൽ അറിയാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഈ സംഘർഷം നടന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു, അവിടുത്തെ സാക്ഷിമൊഴികളൊക്കെ എന്താണ്? തീർച്ചയായും ഈ ട്യൂഷൻ സെന്ററിന് സമയമുള്ള ഒരു കൂൾ ബാറിനടുത്താണ്, ഒരു കടകളുടെ ഇടയ്ക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടുത്താണ് ആദ്യം ഈ കുട്ടികൾ തമ്മിലടിച്ചത്. ആദ്യം രണ്ട് വിഭാഗത്തായി, ഏതാണ്ട് 30-നടുത്ത് കുട്ടികൾ രണ്ട് വിഭാഗത്തായും അവിടെ സംഘടിച്ച് ഏറെ നേരം നിന്നിരുന്നു. അവർ പരസ്പരം മിണ്ടാതെ ഒരു അകലത്തിലാണ് നിന്നിരുന്നത്. എന്നിട്ട് ഇരു കൂട്ടരും തമ്മിൽ വാഗ്വാദം ഉണ്ടാവുകയും പെട്ടെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് അതൊരു അടിയായി മാറുകയും അല്ലെങ്കിൽ ഒരു സംഘർഷമായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ സമീപത്തൊക്കെ നിന്ന ആളുകൾക്ക് എന്താണ് എന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഈ പരസ്പരം അടി തുടങ്ങിയിരുന്നു. സാധാരണഗതിയിൽ ഒരു ട്യൂഷൻ സെന്ററിന് സമീപമുള്ള സ്ഥലമാണ്. കുട്ടികളൊക്കെ അവിടെ ഈ കൂൾ ബാറിലും മറ്റുമൊക്കെ ഈ ജ്യൂസ് കുടിക്കാനും അല്ലെങ്കിൽ മറ്റ് കടകളിലൊക്കെ പോയി അവിടെ സംഘടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ ആളുകൾക്കും ഒരു സംശയം തോന്നിയില്ല എന്തിനാണ് കുട്ടികൾ നിൽക്കുന്നതെന്ന്. പക്ഷെ പെട്ടെന്ന് ഇരു വിഭാഗവും തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് സമീപത്തുള്ള ആളുകൾക്ക് പോലും അക്കാര്യത്തെ കുറിച്ച് മനസ്സിലായത്. ഉടൻ തന്നെ ആളുകൾ ഇടപെടുകയും ഈ കുട്ടികളെ പെട്ടെന്ന് പിടിച്ചു മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം ഈ ആദ്യ അടി ഉണ്ടായപ്പോൾ മർദ്ദനമേറ്റ കുട്ടികൾ മറ്റൊരു വിഭാഗത്തിൽ കൂടുതലുണ്ടായിരുന്നുവെന്ന് കരുതുന്നു. അങ്ങനെ രണ്ട് വിഭാഗവും രണ്ട് തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നഗരത്തിലെ ഈ പട്ടണത്തിലെ മറ്റൊരു മാളിന്റെ മുൻവശത്തേക്കും അടി മാറിയത്. അവിടുത്തെ ഈ അടി ഉണ്ടായതിനെ കുറിച്ച് കൃത്യമായി ആരൊക്കെ പങ്കെടുത്തു എന്നതിനെ കുറിച്ചൊരു കൃത്യമായ വിവരങ്ങൾ അവിടുന്ന് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരു പക്ഷേ ഈ പുറത്തു നിന്നുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആദ്യ ഘട്ടത്തിലുണ്ടായ സംഘർഷത്തിൽ ഒരുപക്ഷെ കാര്യമായ മർദ്ദനമേറ്റ കുട്ടികളാവാം കൂടുതൽ കുട്ടികളുമായി ഈ മറ്റ് സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഈ സമീപത്തുള്ള കടകളും അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴി എടുത്തിട്ട് കൂടുതൽ പുറത്തു നിന്നുള്ള രക്ഷകർത്താക്കൾ അടക്കം അല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് മറ്റാരുടെയെങ്കിലും സഹായം ഈ കുട്ടികൾക്ക് മുതിർന്നവരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന പരിശോധനയും കൃത്യമായി തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കുടുംബം കൃത്യമായ ഒരു ആരോപണം ആദ്യ ദിവസം തന്നെ കുട്ടിയുടെ അച്ഛൻ ഇക്ബാൽ പറഞ്ഞിരുന്നു. പുറത്തുനിന്നുള്ള ആളുകളുടെ സഹായമുണ്ട് എന്നാണ് തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ആളുകൾ മറഞ്ഞു നിന്നതുകൊണ്ട് തന്നെ ആരൊക്കെ ഉള്ളിലുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ചിത്രം ലഭ്യമല്ല എന്നാണ് ഈ ദൃക്സാക്ഷികളടക്കം പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം വേണം. അപ്പം ഈ കുറ്റകൃത്യം ഉണ്ടായ ശേഷമുള്ള ഈ കുട്ടികളുടെ പ്രതികരണവും അതും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഇത്തരം ആൾ കൂടി ഒരു മർദ്ദനം നടത്തിയാൽ അല്ലെങ്കിൽ ആൾക്കൂട്ട മർദ്ദനം നടത്തിയാൽ അത് വലിയ കുഴപ്പമില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തൽ. ഒപ്പം ഈ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും എത്രമാത്രമാണ് ശിക്ഷയുടെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ എത്ര സങ്കീർണമാണ് കേസുകൾ എന്നിവയെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു ക്രിമിനൽ വാസന അല്ലെങ്കിൽ കുറ്റവാസനയുള്ള ആളുകളാണ് ഇതിൽ ഇടപെട്ടത്. കാരണം അവരുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ തങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന 9ാം ക്ലാസ് തന്നെ മർദ്ദിച്ച സംഘത്തിലെ ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് പതിവായി ഇത്തരം സംഘടനകളിൽ ഇടപെടുന്ന ആളുകളാണോ ഈ കുട്ടികൾ എന്നതിനെ കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധന നടത്തുകയും ചെയ്യും. കൃത്യമായ സമയത്ത് വേണ്ട രീതിയിലുള്ള ശാസനയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്നേഹപൂർവമായ ഒരു നടപടിക്രമങ്ങളിലൂടെ അവര് നേരായ വഴിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഏറെ സങ്കടകരമായ വസ്തുതയാണ്. എന്തായാലും ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ അടക്കം വളരെ വിശദമായി പരിശോധിക്കും. കാരണം ഇത്തരം കുറ്റവാസനയുള്ള കുട്ടികൾ ഈ ഇവിടങ്ങളിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് പിന്നീട് ഭാവിയിലും ഇനിയുള്ള ഒരു മറ്റു പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഒപ്പം മറ്റൊരു തരത്തിലുള്ള ഒരു ജാഗ്രതയും ഈ സ്കൂൾ അധികൃതരുടെയും ഈ കൗൺസിലർമാരുടെയും ഒക്കെ സാഹചര്യത്തിൽ വേണ്ടി വരും. കാരണം ഈ കുട്ടികൾക്ക് വലിയ ട്രോമയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. കുഞ്ഞുങ്ങൾ ഏങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞിരുന്ന ആ കുട്ടികളുടെ ദൃശ്യം അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് പോവില്ല. മാത്രമല്ല ആ കുട്ടികൾക്ക് കൃത്യമായ തലേ ദിവസം വരെ അവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് അവനെ അവരുടെ തന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെന്നോ അല്ലെങ്കിൽ തലേ ദിവസം വരെ ഒപ്പം നടന്നിരുന്ന ഒരു കൂട്ടം കുട്ടികളുടെ കൈകൾ കൊണ്ട് ഷഹബാസ് കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടലും ഷോക്കുമെന്നും ആ കുട്ടികൾക്ക് പെട്ടെന്ന് മാറില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഇടപെടൽ വേണ്ടിവരും. ആ കുട്ടികൾക്ക് ഇന്നലെ അത്രത്തോളം വേദനിപ്പിക്കുന്നതായിരുന്നു അവരുടെ കരച്ചിൽ. ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. കൂടുതൽ പേരുടെ മൊഴി എടുത്തുകൊണ്ട് ഈ സംഘട്ടനവും സംഘർഷവും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത്, അതിൽ മറ്റെന്തെങ്കിലും പങ്കുണ്ടോ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അന്വേഷിക്കപ്പെടുക.